ഇപ്പോൾ CPM-ൽ ബ്രാഞ്ച് തലത്തിലേക്ക് കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടുവെങ്കിലും KTDC ചെയർമാൻ സ്ഥാനത്തേക്ക് PK ശശി എത്തിച്ചുകൊണ്ട് പാർട്ടി കൂടെ നിന്നിട്ടുണ്ട്. PK ശശിയുടെ കാര്യത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ അവിടുത്തെ നേതാക്കളുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഇതൊക്കെ തന്നെയും PK ശശിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ PK ശശി പാർട്ടി വിടും എന്നുള്ള കാര്യം ഏതാണ്ട് CPM ഉറപ്പിക്കുന്നുണ്ടോ? പുറത്തേക്ക് നടത്തിയ പ്രതികരണങ്ങൾ ആ രൂപത്തിൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നില്ല. സ്മൃതി, പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ PK ശശി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് CPIM-ന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയതാണ്. കാരണം സംസ്ഥാന നേതൃത്വം പലതവണ PK ശശിയും ജില്ലാ നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിയെങ്കിലും ഒരു തരത്തിലും PK ശശിയെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് പാലക്കാട് ജില്ലാ നേതൃത്വം പല ഘട്ടങ്ങളിലെടുത്ത് അത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെ പലതവണ പാലക്കാട്ടെ ജില്ലാ നേതാക്കളുമായി PK ശശിയെ വീണ്ടും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അതൊന്നും സക്സസ് ആയില്ല എന്ന് മാത്രമല്ല, അടുത്തൊന്നും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് ബ്രാഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരാൻ കഴിയില്ല എന്ന് PK ശശിയും മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് PK ശശിയുടെ മറ്റു നീക്കങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. മിനിഞ്ഞാന്നാണ് PK ശശി തിരുവനന്തപുരത്ത് എത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം വരുന്ന വഴി പ്രതിപക്ഷ നേതാവ് VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹം അവസാനവട്ട ചർച്ചകൾ കൂടി നടത്തിയതിനു ശേഷമാണ് മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരത്ത് എത്തിയ പാടെ KTDC ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ചുമതലകൾ വഹിക്കുകയും ചെയ്തു. KTDCയിലെ ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിക്കുകയും അതിൽ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഏറ്റവും പുതിയതായി മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പറ്റുമോ എന്നൊരു ശ്രമം PK ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അതിന് അനുമതി ലഭിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടിയാണ് CPIM-ൽ തന്റെ രാഷ്ട്രീയ വളർച്ച അവസാനിച്ചുവെന്ന് PK ശശി കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലനിൽക്കാൻ ഏറ്റവും ഉചിതമായ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ അദ്ദേഹം കരുതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് UDF-ന്റെ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ KTDC ചെയർമാൻ PK ശശി രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുമോ അതല്ല പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള CPIM-നകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തെ വിമതരായി നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. CPIM നേതൃത്വം കരുതുന്നത് ആ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് PK ശശി എത്തി അടുത്ത ദിവസം അവിടെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കാനുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സുരേഷിനെ അടക്കം ആ കൺവെൻഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് സുരേഷ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന് മറുപടി നൽകി എന്ന് അദ്ദേഹം പറയുന്നു. CPIM കരുതുന്നത് ഒറ്റപ്പാലത്ത് PK ശശി UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം. ഇപ്പോൾ ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനോട് പാർട്ടി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? പാർട്ടി നേതാക്കളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ രാജി എന്നത് പാർട്ടി ഉറപ്പിച്ചതാണ്. അത് ഏത് ദിവസം എന്നതിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. പലവട്ടം പലതരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയും PK ശശിയും തമ്മിൽ നേരിട്ടും മധ്യസ്ഥർ വഴിയും നടത്തിയതാണ്. PK ശശിയെ അവസാന ഘട്ടം വരെ പാർട്ടിക്കൊപ്പം നിലനിർത്താനുള്ള എല്ലാ ശ്രമവും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് സംസ്ഥാന തലത്തിലെ നേതാക്കൾ പറയുന്നത്. പക്ഷേ ജില്ലാ തലത്തിലുള്ള എതിർപ്പും PK ശശിയുടെ ചില ഡിമാൻഡുകളും കാരണം അത് മുന്നോട്ട് പോയില്ല എന്നതാണ് സംസ്ഥാന തലത്തിലെ നേതാക്കൾ പറയുന്നത്. അവർക്ക് അപ്രതീക്ഷിതമല്ല PK ശശി KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് എന്നാണ് നേതാക്കളോട് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് PK ശശി രാജിവെച്ചു എന്നതുകൊണ്ട് CPIM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്ന് കരുതാനാവില്ല. കാരണം അത് മറ്റൊരു പാർട്ടി കൊടുത്ത മറ്റൊരു പദവിയാണ്. ആ പദവി അദ്ദേഹം ടെക്നിക്കലായി രാജിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ രാജിവെച്ചതിന്റെ കാരണം CPIM-ഉമായുള്ള എല്ലാ ബന്ധവും
ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജിയാണതെങ്കിൽ പോലും പി.കെ. ശശി രാജിവെച്ചു എന്ന് പറഞ്ഞ് പാർട്ടി പുറത്താക്കാനുള്ള സാധ്യതയില്ല. നാളെ നിലപാട് വ്യക്തമാക്കും പി.കെ. ശശി എന്നുള്ളതാണ്. KTDC ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. നാളെ ആ രാജിയുടെ കാരണം പറയും. ഇനി അഥവാ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ അക്കാര്യവും പറയും. കിട്ടിയിരിക്കുന്ന ഉറപ്പുകളും എന്തുകൊണ്ട് CPM വിടുന്നു എന്നുള്ള വിശദീകരണം നാളെ നൽകും എന്ന് പ്രതീക്ഷിക്കാം.